വലിയ നോമ്പ് സൗമ റംബ 8-ാം ദിനം. നോമ്പിൻ്റെ 2-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുന്നു. എന്നും എപ്പോഴും, പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് അല്ല, നമ്മുടെ ജീവിതത്തിൽ മുഴുവനായും നാം ഓർത്തിരിക്കേണ്ട ഒരു വാക്യമുണ്ട്: വിധി. നോമ്പുകാലത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം കെട്ടിമെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയ അന്യായങ്ങളിലാണ് ഈശോ വിധിക്കപ്പെട്ടത്. ആ വിധിയുടെ ഫലമായി കാൽവരി മലയിൽ കുരിശിൽ ബലിയർപ്പിക്കാനായി കുരിശേന്തി നടക്കുന്ന ഈശോടൊപ്പമാണ് നോമ്പുകാലത്ത് നാം. അവനോട് ചേർന്ന് നടക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കേൾക്കുന്നൊരു വാക്യമുണ്ട്: വിധിക്കരുത്. വിധിച്ചാൽ അത് സത്യത്തിൽ അധിഷ്ഠിതമാകണം, ന്യായത്തിലും പോരാ. പഴയ നിയമകാലം മുതൽ തെറ്റും ശരിയും വേർതിരിച്ച് നീതി നടത്താൻ വിധി കൽപ്പിച്ചിരുന്ന നീതിമാന്മാരായ ന്യായാധിപന്മാരുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സോളമൻ്റെ വിധിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. അന്യായമായി വിധി കൽപ്പിച്ച് ദുഷ്കീർത്തി നേടിയവരും ചരിത്രത്തിൽ കുറവല്ല. സഭാമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പുതുതായി ജനിക്കാൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർണപടങ്ങളിൽ സഭ കർത്താവിൻ്റെ വാക്കുകൾ ഊതിത്തരുന്നു: വിധിക്കരുത്. നീ വിധിക്കാതിരുന്നാൽ നീയും വിധിക്കപ്പെടുകയില്ല. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും. വിശുദ്ധ ഗ്രന്ഥത്തിലെ അതികഠിനമായ വാക്കുകളിൽ ഒന്നാണ് ഇത്: വിധിക്കരുത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ആണിത്. അതേസമയം ഇതൊരു ശക്തമായ താക്കീതും കൂടിയാണ്. വിധിക്കരുത്. നാം ന്യായാധിപന്മാരല്ല. നാം ബോധപൂർവവും അല്ലാതെയും നടത്തുന്ന വിധിവാചകങ്ങൾ എത്രയോ കഠിനമാണ്. അതേക്കുറിച്ചാണ് കർത്താവ് പറയുക: ചില വിലയിരുത്തലുകളും വിധി പോലെ തന്നെയാണ്. ഇന്ന് നാം പല വിധിവാചകങ്ങളും കേൾക്കാറുണ്ട്. വിധി നമുക്ക് സുപരിചിതമാണ്. പലതും സത്യത്തിൽ അടിസ്ഥാനമില്ലാത്തതും പലതും പലപ്പോഴും പലരെയും വ്യക്തിപരമായി ബാധിക്കുന്നതുമാണ് എന്ന് നമുക്കറിയാം. സാധാരണയായി വിധി ന്യായാന്യായങ്ങളെ നോക്കിയാണ്. ന്യായപൂർവം ഒരുപക്ഷെ വിധിച്ചേക്കും എന്ന് ഭയന്ന് വിധികർത്താവിനെ തന്നെ മാറ്റുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രമാദമായ കേസുകളിൽ പോലും അങ്ങനെ തന്നെ. കോടതിക്ക് മേൽ ശബ്ദിക്കാൻ നമുക്ക് അവകാശമില്ല. വിധി കേൾക്കണം, വിധി അനുസരിച്ച് ബാക്കി സമയം നാം ചിലവഴിക്കണം. മേൽപ്പറഞ്ഞ ചിന്തകളിൽ വിധി എന്നത് മാത്രമാണ് നമ്മുടെ ചിന്ത. എന്തുകൊണ്ട് നാം വിധിക്കാതിരിക്കണം? കാരണം ഒന്ന്, നമുക്കൊരാളെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ ലഭിക്കുന്ന അറിവ് പൂർണ്ണമല്ല. അതുകൊണ്ട് വിധി പൂർണ്ണമാവുകയില്ല. രണ്ടാമത്തേത്, നാം പലതരത്തിലുള്ള മനുഷ്യരാണ്. അത് മനസ്സിലാക്കാതെ വിധിച്ചാൽ വിധി ന്യായപൂർണ്ണം പോലും ആവുകയില്ല. മൂന്നാമത്തേത്, നമ്മൾ പൂർണ്ണരല്ലല്ലോ, ഞാനും. അങ്ങനെയെങ്കിൽ വിധിക്കാൻ അവകാശമുണ്ടോ? 4, പുറമേ കാണുന്നതല്ലല്ലോ ശരി, അത് സത്യമല്ല. അതുകൊണ്ട് വിധിച്ചാൽ വിധി ഭാഗികമാകും. 5, നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിന്നെ തന്നെയാണ് നീ നിർവചിക്കുന്നത്. വെൻ യു ജഡ്ജ് അതേഴ്സ് യു ഡിഫൈൻ യുവർസെൽവ്സ്. നാം വിധിക്കുമ്പോൾ നമ്മെ തന്നെയാണ് നാം നിർവചിക്കുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത്. കോടതികൾ നടക്കുന്ന വിധിയെക്കുറിച്ചല്ല, നാം അനുദിനം നടത്തുന്ന വിധിയെക്കുറിച്ചാണ് ഇവിടെ നാം ചിന്തിക്കുക. അതായത്, മറ്റൊരുവനെ വിധിക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് വിധിക്കുന്നത്. നീ വിധിക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുക. 7-ാം അധ്യായം 2-ാം വാക്യം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: നീ ശ്രദ്ധിക്കുക, നിന്റെ വിധിയിൽ, നിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ നീ ശ്രദ്ധിക്കുക. നോമ്പുകാലത്ത് മാത്രമല്ല, എന്നും നമുക്ക് വിധിക്കാതിരിക്കാം. വിധി തമ്പുരാന് വിട്ടുകൊടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ: വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, അവൻ വിധിക്കട്ടെ.
അവിടുന്നാണ് സത്യമറിഞ്ഞ പൂർണ്ണമായ വിധി നടപ്പാക്കുന്നത്. സത്യസന്ധമായ വിധി നിർണ്ണയിക്കാൻ, അതെല്ലായിടത്തും ഉണ്ടാകാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കേണ്ട കാലമാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന് ലഭിച്ച അന്യായമായ വിധിയുടെ അടിസ്ഥാനത്തിൽ നാം ഇങ്ങനെ ചിന്തിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ ന്യായപൂർണമായെങ്കിലും വിധി ഉണ്ടാകണം. സഭയിൽ സത്യസന്ധമായ വിധി ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് മൃതസംസ്കാര വേളയിൽ നാം ഇങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്: ന്യായം നോക്കി വിധിക്കരുതേ, നിൻ വിധി സത്യം ന്യായവുമാണ്. തമ്പുരാൻ ന്യായം നോക്കി എന്നെ വിധിച്ചാൽ ഒരുപക്ഷെ ഞാൻ നിത്യരക്ഷയിലേക്ക് കടന്നു വരികയില്ല. സത്യം സത്യമായി വിധിക്കണം, സത്യം മനസ്സിലാക്കി വിധിക്കണം. അതുവഴി സഹിഷ്ണുതാ മനോഭാവം വളരണം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന സംസ്കാരം അതിലൂടെ ഉണ്ടാകണം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം വാക്യം 7 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ: മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അതുകൊണ്ട് വിധിക്കാതിരിക്കാം. വലിയ അഭിപ്രായ പ്രകടനങ്ങൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നടത്താതിരിക്കാം. നമ്മളുടെ ചില അഭിപ്രായങ്ങൾ കൊണ്ട് ചിലരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോയിട്ടില്ലേ? വിധി കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി നടത്തട്ടെ. അടിസ്ഥാനമില്ലാതെ പറയുന്ന അഭിപ്രായങ്ങൾ എൻ്റെ വിധി പ്രസ്താവം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമുക്കൊന്ന് നിയന്ത്രിക്കാം. വിധിയെക്കുറിച്ച് പറയുമ്പോൾ പല തലങ്ങൾ കാണാം. നമ്മുടെ വിധി സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയായിരിക്കണം എന്ന നമ്മുടെ ആഗ്രഹം, കർത്താവിൻ്റെ വിധി നമ്മെ തന്നെ ചിലപ്പോൾ വിധിക്കേണ്ട ആവശ്യകത, നാം വിധിക്കപ്പെടേണ്ടവരാണെന്ന ചിന്ത, കർത്താവ് വിധികർത്താവാണെന്ന വിശ്വാസം, ഇവയെല്ലാം വിധിയുമായി ബന്ധപ്പെട്ടതാണ്. വിധി കർത്താവിന് വിട്ടുകൊടുക്കാം. ആരെയും വിധിക്കാതിരിക്കാം. ആരെക്കുറിച്ചും അറിയാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരുടെ അന്തസ്സും അഭിമാനവും ജീവിതവും ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കാം. കർത്താവ് ഏറ്റ അന്യായമായ വിധി നമ്മുടെ ജീവിതത്തിൽ നീതിപൂർവമായ വിധി ഉണ്ടാകാനും സത്യത്തിൽ അധിഷ്ഠിതമായ സംസാരവും വിധിയും ഉണ്ടാകാനും സഹായിക്കട്ടെ. ആമേൻ.